അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ 23 വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. വാർത്തകൾ വിശദമായി. ആഫ്രിക്കൻ ഒച്ചുകളാൽ പൊറുതിമുട്ടി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ 4 ഡിവിഷനുകളിലെ പ്രദേശവാസികൾ. വ്യാപകമായ കൃഷിനാശവും ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നതായി നാട്ടുകാർ. അടിയന്തര പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ 38, 39, 40, 41 ഡിവിഷനുകൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായി കാണുന്നത്. ഇവ വ്യാപകമായി കൃഷിനാശം വരുത്തുകയും ചെയ്യുന്നുണ്ട്. വീടുകളുടെ ഭിത്തിയിലും മതിലിലും ചെടികളിലും ഫലവൃക്ഷങ്ങളിലും മറ്റും പറ്റം ചേർന്നിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം സഹിക്കാനാകാതെ ഈ പ്രദേശവാസികൾ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. വാഴ, കപ്പ തുടങ്ങിയ ചെടികൾ തിന്നു നശിപ്പിക്കുകയും മണൽ, സിമന്റ്, കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണമായി മാറിയിട്ടുണ്ട്. ഉപ്പ് വിതറിയാണ് ഒരു പരിധിവരെ ഇവയെ നശിപ്പിക്കുന്നത്. അമിതമായ ഉപ്പിന്റെ ഉപയോഗം കൃഷിക്ക് അനുയോജ്യമല്ലാതാകുമോ എന്ന ഭയവും ഇവിടുത്തെ പ്രദേശവാസികൾക്കുണ്ട്. കേരളത്തിലൊട്ടാകെയും പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നും അടിയന്തരമായി വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും DCC സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. വീടുകളുടെയും അതുപോലെ തന്നെ മറ്റു പരിസരത്തും ഒക്കെ വ്യാപകമായി ഒച്ചിന്റെ വലിയ ശല്യമാണ്. ഇതിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടിയിലധികം ഒച്ചുകൾ വീണ്ടും വരികയാണ്. അപ്പം അടിയന്തരമായി ഈ ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമഗ്ര പരിപാടി തയ്യാറാക്കി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. ഒരു ടീം വർക്ക് എന്നുള്ള നിലയ്ക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇത് ഒറ്റയടിക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ നശീകരണം നടത്തിയാൽ മാത്രമേ ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ മുട്ടകൾ ഇട്ടിട്ടാണ് ഇത് പെരുകുന്നത്. അപ്പോൾ ആ മുട്ടകൾ കൂടി നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായാൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു സത്വരമായ നടപടി, ഇത് ഇവിടെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ട്, കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ ഒച്ചിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഒരു സമഗ്രമായ പരിപാടി ആസൂത്രണം ചെയ്ത് ഈ ഒച്ചിനെ നശിപ്പിക്കാനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവിഷൻ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, രമണി തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. VCV ന്യൂസ്, മുണ്ടത്തിക്കോട്.